പക്ഷെ ഇത് കളർ തരുന്നില്ല അച്ചൂട്ടൻ്റെ ഇത് കാശ്മീരി കളർ തരുന്നില്ല. ഞാനത് വിളച്ച് ഉണ്ടാക്കിയ മുളകല്ലല്ലോ അല്ലല്ല അപ്പൊ മുളകല്ലേ ഇത്. എന്താ നെസ്റ്റോഡാണോ? 3 ദിർഹമോ? അത്രേ ഉള്ളൂ. ഫ്രൈഡ് ഒണിയൻസ്. ഇത് നെസ്റ്റോ ആണോ? എത്ര രൂപ വരണം? അറൗണ്ട് 7 ആണ്. 7 ദിർഹമോ? ഇന്ത്യ, UAE, UK, സിംഗപ്പൂർ, ഫ്രാൻസ് ആൻഡ് കാനഡ. ഓഹോ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ആഹാ, കാണാൻ നല്ല രസമുണ്ടല്ലേ. രാത്രിയായി, നല്ല മഴയൊക്കെ പെയ്തു, അതുകൊണ്ടാണ് എന്തോ ഒരു വിശപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഉണ്ടാക്കി തരുമോ അമ്മേ? ആ ഫ്രിഡ്ജിൽ കുറച്ച് മഷ്റൂം ഉണ്ട്, അപ്പൊ ഞാനൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി തരട്ടെ? ആയിക്കോട്ടെ, അടിപൊളി. ഇതെന്തോ ഈ വെള്ളം പിടിച്ച് വെച്ചേക്കുന്നത്? ഇത് ഞാൻ അരി തിളപ്പിക്കാനുള്ള വെള്ളമാണ്. ഈ സാധനങ്ങൾ എന്താ? ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളാ. എന്തൊക്കെയാ? ഇത് ബേ ലീവ്സ്, പിന്നെ ഇത് 2 പച്ചമുളക്, കുറച്ച് പട്ട, പിന്നെ ഒരു നാരങ്ങ നീര് ഒഴിക്കാനായിട്ട് ഒരു നാരങ്ങ, കുറച്ചേ എടുക്കുള്ളൂ. പിന്നെ ഇത് സ്റ്റാർ അനീസ്, പിന്നെ ഇത് ക്ലോവ്സ്, പിന്നെ ഇത് കാർഡമം. ഇന്ന് ഞാൻ ഒരു പരീക്ഷണം നടത്തി നോക്കാന്ന് വിചാരിച്ചു. ഒരു ബ്ലാക്ക് കാർഡമം എൻ്റെ അടുത്തുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഇതിന്റെ ടേസ്റ്റ് നോക്കാം. പിന്നെ കുറച്ച് ഓയില്, പച്ചക്കൊത്തമല്ലിയുടെ തണ്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഉണ്ടല്ലോ. ആദ്യം ഞാൻ വെള്ളം ഒന്ന് വെച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കട്ടെ. ഓക്കെ, വെള്ളം തിളച്ചിട്ടുണ്ട്. ആ കാർഡമം ഒക്കെ, ബ്ലാക്ക് കാർഡമം ഇട്ടു, നമ്മുടെ സാധാരണ ഏലക്ക ഇട്ടു, ക്ലോവ്സ് ഇട്ടു, സ്റ്റാർ അനീസ് ഇട്ടു, പിന്നെ പട്ട, ബേ ലീഫ്, പിന്നെ ആ തണ്ടുകള്, പച്ചമുളക് 2ആയിട്ട് മുറിച്ചു അതിടാം. പിന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. കുറച്ച് ഓയിലും. ഈ ഓല വെക്കുന്നതിന് അരി ഒട്ടായിരിക്കണേ. അതെ, ഞാനൊന്ന് അടച്ചോട്ടെ. ഓക്കെ, വെള്ളം തിളച്ചു കഴിഞ്ഞു. ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ വന്നിട്ടുണ്ടാവും. ഞാനിത് ബസ്മതി റൈസ് 2 കപ്പ് ഞാൻ നന്നായി കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്, അപ്പോൾ അത് ഇടുകയാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഓക്കെ, നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരി വെന്തോ നോക്കട്ടെ. തിളച്ച് മറിയണോ? അരി അങ്ങോട്ട് അത്രയും നന്നായിട്ട് വേവണ്ട, കുറച്ച് 80% വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ദമ്മിലിടുമ്പോൾ വെന്തോളൂ. വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇനിയും ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഞാനിത് വാർക്കാൻ പോവാണ്. ഇത് മഷ്റൂം മസാല ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ആണ്. 2 പാക്കറ്റ് മഷ്റൂം ഉണ്ട്. പിന്നെ ഇത് അരപ്പനുള്ളതാണ്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ വെജിറ്റബിൾസ് എൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് പച്ചക്കൊത്തമല്ലി, കുറച്ച് പുതിന. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഞാൻ ഇത് വേഗം പറഞ്ഞതുകൊണ്ട് ഉള്ളി ഒന്നും വഴറ്റുന്നില്ല. ഫ്രൈഡ് ഓണിയൻ ആണ്, നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഫ്രൈഡ് ഓണിയൻ. ഓക്കെ, അപ്പൊ ഇനി മഷ്റൂം ഇതിന്റെ കവർ പൊട്ടിക്കാം. അറൗണ്ട് 7 ആണ്. 7 ദിർഹമോ? സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതാണോ? ഞാൻ കഴുകിയിട്ട് വരാം. 3 പ്രാവശ്യം കഴിയണമെന്നല്ലേ? 3 പ്രാവശ്യം കഴുകിയെടുക്കണം.
അപ്പോൾ മഷ്റൂംസ് കഴുകിയെടുത്തു. ഇനി എന്താ അമ്മ പരിപാടി? ഞാൻ അടുത്ത ഈ മസാല ഇടിച്ച് ചതയ്ക്കാൻ പോവാ. ഓ, എന്തൊക്കെയാണ് മസാല അല്ലേ? ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. നമ്മുടെ ദേശം മൊത്തം ഇടിച്ച് കളയാണ്. കുറേ നേരമല്ല. ഓണിയൻസും കൂടെ ഇതിനകത്ത് കുറച്ചിടാം. പിന്നെ കുറച്ച് ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യാം. അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഇടിച്ച് ചതച്ചു കഴിഞ്ഞു. പ്ലേറ്റിലോട്ട് ഇടുകയാണല്ലേ? ആഹാ, എന്താ രണ്ടായിട്ടാ കിട്ടിയുള്ളൂ? രണ്ടായിട്ട്. കാരണം ഇത് വേഗം പാടുവേ, നമ്മൾ വഴറ്റുമ്പോൾ സോഫ്റ്റ് ആയി പോവില്ലേ, പിന്നെ കിട്ടാതാവും. അപ്പം ബിരിയാണിയിൽ എവിടെയാണ് നമ്മൾ തപ്പേണ്ടി വരും. അപ്പോൾ എന്റർടൈൻമെന്റ് ആയല്ലോ, ബിരിയാണിയിൽ നമുക്ക് തപ്പിയെടുക്കാം മഷ്റൂം ആയിട്ടെന്ന്. 1/2 കിലോ വേണോ? 400 grams. 400 ഗ്രാം. ഒരു ബോക്സ് 200 ആണെന്ന് തോന്നുന്നു. ഈ പച്ചക്കൊത്തമല്ലിയും ഈ പുതിനയും കൂടെ അരിയണം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. പച്ചക്കൊത്തമല്ലി, പുതിനയും, പിന്നെ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ്സ്, പിന്നെ ഈ ഗ്രീൻ പീസും പട്ടാണിയും. 2 തവി തൈര് എടുക്കുകയാണ് മസാല ഉണ്ടാക്കാനായിട്ട്. അല്ല, തൈര് ഉടയ്ക്കാം, നമുക്ക് കോഫി മിക്സ് ചെയ്യാം. എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിലേ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, അല്ല വെളുത്തുള്ളി, പച്ചമുളക്, എന്തൊക്കെയാണ് മസാലകളെ? കുറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ഇടുന്നത്, 1 സ്പൂൺ, കുറച്ച് ആദ്യം ഇട്ട് നോക്കാം, പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി എന്താ പരിപാടി? നമുക്കിനി മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണ ഒഴിക്കാണ്, റിഫൈൻഡ് ഓയിൽ. മഷ്റൂമിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് വാട്ടർ റിലീസ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം, അപ്പം അതിൻ്റെ വെള്ളം വറ്റി പോവും. പക്ഷെ ഇത് കളർ തരുന്നില്ല അച്ചൂട്ടൻ്റെ ഇത്. കാശ്മീരി കളർ തരുന്നില്ല. ഞാനത് വിളച്ച് മുളകല്ലല്ലോ, അല്ലല്ല. അപ്പൊ മുളകല്ലേ ഇത്? ഓക്കെ, ഞാൻ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മേടിച്ച കാശ്മീരി മുളക് പൊടി ഇടുകയാണ്. ഞാൻ മേടിച്ച കാശ്മീരി മുളക് പൊടി ഏതിന്റെയാണോ? ഈസ്റ്റേന്റെ ആണോ? ഈസ്റ്റേന്റെ കാശ്മീരി ചില്ലി പൗഡർ ആണ്. അരപ്പൊക്കെ സൈഡിൽ നിന്ന് പൊങ്ങി വരണോ? പൊങ്ങട്ടെ, അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് മഷ്റൂം വാട്ടർ റിലീസ് ചെയ്യുന്ന വെള്ളമൊക്കെ വറ്റി വരണം നമ്മൾക്കിത് മാറ്റാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ചൂട് എത്ര മതി എന്തെന്നറിയാമോ, നമുക്ക് ലെയർ ചെയ്തിട്ട് ദമ്മിൽ വെക്കണമല്ലോ, അപ്പൊ അത് ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇറക്കി വെക്കാണേ. ഞാൻ നെയ്യ് ഇടാൻ പോവാണ്. ശുദ്ധമായ പശു നെയ്യ് എന്നാണ് അവർ പറയുന്നല്ലേ? തെലുങ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടു. തെലുങ്കാനാണ്. നോക്കിക്കോളൂ. കാഞ്ചി നഗർ അല്ലേ? കാഞ്ചി നഗർ, മേട്ടുപ്പാളയം, തമിഴ്നാടാണ് ഈ റോഡ്. ബൈ അവർ പ്രോഡക്ട്സ് നൗ അറ്റ് ഇന്ത്യ, UAE, UK, സിംഗപ്പൂർ, ഫ്രാൻസ് ആൻഡ് കാനഡ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. നെയ്യ് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോട്ട് ചൂടാക്കിയത്. എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം. പരിപാടി കഴിഞ്ഞോ? പരിപാടി ഇല്ല, ഇനി പിന്നെ ദമ്മിൽ വെക്കണം. നീട മണം കൊല്ലുന്നു. വാട്ട് ബ്യൂട്ടിഫുൾ സ്മെൽസ്. അടുത്തതായിട്ട് എന്ത് ചെയ്യണമേ? അടുത്തത് ഞാൻ
ലെയർ ചെയ്യാണ് ഇത്. ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ. കൊത്തമല്ലിയും പുതിനയാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇങ്ങനെ ഇടാം. കൊത്തമല്ലി ഇതും ലെയർ ചെയ്തു. പിന്നെ ഇനി അടുത്ത ഓണിയൻ, ഫ്രൈഡ് ഓണിയൻ മേലെ ഇട്ടു. അടുത്ത കുങ്കുമപ്പൂവുണ്ട്. പാലിലിടാൻ മറന്നു. ഓക്കെ, ഇട്ട് വെക്കാൻ മറന്നു. ധൃതിയിൽ പറഞ്ഞോണ്ടേ. സെക്കൻഡ് ലെയർ ഓഫ് റൈസ്. ലാസ്റ്റ് ലെയർ ഓഫ് റൈസ്. അതിൻ്റെ കൂടെ വന്നു ഒരു പച്ചക്കൊത്തമല്ലിയുടെ തണ്ട്. ഞാൻ കുറച്ച് ഗീ ഇതിൻ്റെ മേലെ തൂക്കി കൊടുക്കാം. ഓക്കെ, ദമ്മിൽ വെക്കണം. തവയുടെ മേലെ ഇത് വെച്ചിട്ട് ദം വെക്കാം. ദം ആയതുകൊണ്ട് ഞാൻ ഈ ഓട്ട അടയ്ക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റീമിൽ പുറത്ത് പോകുമ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിനകത്ത് ഇരുന്നാൽ മതി. സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാള, പിന്നെ ടൊമാറ്റോ, പച്ചമുളക്. ഓക്കെ, ഞാൻ ഇനി സോൾട്ട് ഇടാൻ പോവാണ്. ഞാൻ കുറച്ച് പച്ചക്കൊത്തമല്ലി. മുളക് പൊടിയോ? മുളക് പൊടിയൊക്കെ വേണോ സാലഡില്? നല്ല ടേസ്റ്റാ. ദമ്മ് വെച്ചെടുത്തു അല്ലേ നമ്മള്? ഇനി എന്താ പരിപാടി? തുറക്കട്ടെ. അപ്പൊ ഇനി പ്ലേറ്റ് ചെയ്യാല്ലേ? മതിയോ അച്ഛനാ? ഇത്ര പോരെ? ഇനി സാലഡ് കൂടെ വെക്കണം അല്ലേ? പ്ലേറ്റ് ചെയ്യാമേ, പ്ലേറ്റ് ചെയ്യും. സാലഡുമായി, സോറി മഷ്റൂം ബിരിയാണി സാലഡും അല്ലേ? അതെ. ബെസ്റ്റ്. അപ്പം ഇനി കഴിച്ചിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു ഷെയർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ കറി വീട് സൈനിങ് ഔട്ട്.